ദേശീയപാതയിൽ കായംകുളം കൊറ്റുകുളങ്ങര മസ്ജിദിന് സമീപം നിയന്ത്രണം വിട്ട LPG ടാങ്കർ മറിഞ്ഞ് അപകടം. ആർക്കും പരിക്കില്ല. മംഗലപുരത്തു നിന്നും കൊല്ലം പാരിപ്പള്ളി IOC പ്ലാന്റിലേക്ക് പോവുകയായിരുന്ന 18 ടൺ വാതകം നിറച്ച ടാങ്കറാണ് അപകടത്തിൽപ്പെട്ടത്. കായംകുളത്ത് LPG ടാങ്കർ മറിഞ്ഞുണ്ടായ അപകടത്തിൽ ടാങ്കർ നീക്കം ചെയ്തു. തിങ്കളാഴ്ച രാവിലെ 7-ന് കായംകുളം കൊറ്റുകുളങ്ങര മസ്ജിദിന് സമീപമായിരുന്നു നിയന്ത്രണം വിട്ട LPG ടാങ്കർ മറിഞ്ഞ് അപകടമുണ്ടായത്. ചോർച്ചയോ മറ്റ് അപകട സാധ്യതകളോ ഉണ്ടായിരുന്നില്ല. എങ്കിലും കനത്ത ജാഗ്രതയിലായിരുന്നു പോലീസും അഗ്നിരക്ഷാസേനയും. മംഗലാപുരത്തു നിന്നും കൊല്ലം പാരിപ്പള്ളി IOC പ്ലാന്റിലേക്ക് പോവുകയായിരുന്ന 18 ടൺ വാതകം നിറച്ച ടാങ്കറാണ് അപകടത്തിൽപ്പെട്ടത്. ദേശീയപാതയിൽ നിന്നും വാഹനം തെന്നിമാറിയതാണ് അപകട കാരണം. ക്യാബിനിൽ നിന്നും വാതകം നിറച്ച ബുള്ളറ്റ് വേർപെട്ടിരുന്നു. ഇത് ആശങ്കയ്ക്ക് കാരണമായി. കായംകുളത്തു നിന്നും അഗ്നിരക്ഷാസേനയുടെ 2 യൂണിറ്റും സിവിൽ ഡിഫൻസും പാരിപ്പള്ളി IOCയിൽ നിന്നുള്ള വിദഗ്ധ സംഘവും സ്ഥലത്തെത്തി. ഇവർ നടത്തിയ വിദഗ്ധ പരിശോധനയ്ക്ക് ശേഷമാണ് വാതകം മറ്റൊരു വാഹനത്തിലേക്ക് മാറ്റിയത്. LPG ടാങ്കർ ഫുള്ളി ലോഡഡ് ആണ്. അത് ഹൈവേ സൈഡിൽ മറിഞ്ഞിട്ടുണ്ടോ എന്നുള്ള കോൾ ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ കായംകുളം 2 യൂണിറ്റുകൾ ഉടൻ തന്നെ സംഭവ സ്ഥലത്തെത്തി. അങ്ങനെ നമ്മൾ നടത്തിയ പരിശോധനയിൽ വാഹനം ഫുള്ളി ലോഡഡ് ആണ്. വണ്ടി എഞ്ചിൻ പാർട്ടിൽ നിന്ന് ചേസും അതുപോലെ തന്നെ ബുള്ളറ്റും വേർപെട്ട് റോഡിൻ്റെ സൈഡിലേക്ക് മറിഞ്ഞ അവസ്ഥയിലായിരുന്നു. നിലവിൽ നമ്മൾ പരിശോധിച്ചതിനകത്ത് പ്രഥമദൃഷ്ട്യാ ലീക്കുകളൊന്നും കാണാൻ സാധിച്ചിട്ടില്ല. അതുപോലെ തന്നെ അതിൻ്റെ പ്രഷർ ഗേജ് എല്ലാം ചെക്ക് ചെയ്തിട്ടുണ്ട്. പ്രഷർ കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രഥമദൃഷ്ട്യാ വണ്ടിയുടെ മറ്റു ഭാഗങ്ങൾ പുറമേയുള്ള ഭാഗങ്ങൾ വിസിബിളായിട്ടുള്ള ഭാഗങ്ങളിലൊന്നും നമുക്ക് ലീക്ക് കാണാൻ സാധിച്ചിട്ടില്ല. ന്യൂസ് ബ്യൂറോ, കായംകുളം.